ഹായ് ഫ്രണ്ട്സ്, ഇന്ന് എനിക്ക് കുറച്ച് പഴുത്ത ഓമയ്ക്ക കിട്ടിയേ. അപ്പോൾ നോക്കിയപ്പോൾ വൻപയറും ഉണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ ഇന്ന് ഓമയ്ക്ക എരിശ്ശേരി വെക്കാമെന്ന്. അപ്പോൾ അവരോട് ചോദിച്ചപ്പോൾ അവർക്ക് ഇഷ്ടമാണെന്നും പറഞ്ഞു. കുഴപ്പമില്ല, ഇഷ്ടമാണ്, കൂട്ടിക്കോളാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനിന്ന് വൻപയറും പഴുത്ത ഓമയ്ക്കയും കൂടെ എരിശ്ശേരി വെക്കാനായിട്ട് പോവാം. അപ്പോൾ ഇനി ഈ വൻപയറൊന്ന് വേവിച്ചെടുക്കണം, എന്നിട്ട് ഈ ഓമയ്ക്കയും കൂടെ ഇട്ട് വേവിച്ചെടുക്കാം. എന്നിട്ട് അതിനകത്തോട്ട് തേങ്ങ അരച്ച് ചേർത്താൽ മതി. തേങ്ങയും ജീരകവും മുളകും കരിവേപ്പിലയും കൂടെ അരച്ച് ചേർക്കുക. എന്നിട്ട് കഷ്ണമെല്ലാം വെന്ത് കഴിയുമ്പം കുറച്ച് തേങ്ങ വറുത്തിടണം. നമുക്കിനി എരിശ്ശേരി വെക്കാം. അപ്പോൾ ഓമയ്ക്കയും വൻപയറും കൂടെ വേവാനായിട്ട് വെച്ചിട്ടുണ്ട്. വലിയ കുക്കർ കണ്ടാലും പേടിക്കേണ്ട, അതിനകത്ത് പാത്രത്തിനകത്താണ് വെച്ചിരിക്കുന്ന. കാര്യം എൻ്റെ ചെറിയ കുക്കറിന് എന്തോ ഒരു ചെറിയ കുഴപ്പം പറ്റി. അപ്പോൾ ഇനി ഇതൊന്ന് വേവട്ടെ. ഇത് കണ്ടോ, ഇതേ ചില്ലി പൊറോട്ടയായിരുന്നു കേട്ടോ, ഞാൻ ഉണ്ടാക്കിയതായിരുന്നു. അപ്പോൾ ഇത്രയും നല്ലതാവുമെന്ന് വിചാരിച്ചില്ല ഞാൻ, അതുകൊണ്ട് വീഡിയോ ഒന്നും എടുത്തില്ല. പക്ഷേ നല്ല ടേസ്റ്റും നല്ലതായിട്ടാവുകയും ചെയ്തു. ഇന്നലെ പൊറോട്ട ഉണ്ടാക്കി, എന്നിട്ട് അത് ഇന്ന് ബാക്കി ഉണ്ടായിരുന്നത് ഞാൻ ചില്ലി പൊറോട്ടയാക്കി. നമ്മുടെ തക്കാളിയും സവാളയൊക്കെ കൂടെ വഴറ്റി കുറച്ച് മസാലപ്പൊടിയൊക്കെ ഇട്ട് പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് ഒന്ന് ചൂടാക്കിയിട്ട് പൊറോട്ട കുഞ്ഞു കുഞ്ഞു പീസാക്കി ഇതിനകത്തോട്ടിട്ട് കുറച്ച് സോസ് ഒഴിച്ച് വഴറ്റിയെടുത്തു. എന്നിട്ടതും അടിപൊളി സലാഡും. അപ്പോൾ അതായിരുന്നു ഇന്ന് രാവിലത്തേക്ക്. ഇനി ഇത്രയും കൂടെ ഉള്ളൂ ഇതെനിക്ക് കഴിക്കാനുള്ളതേ ഉള്ളൂ. അത് ഇത്രയും നല്ലതാവുന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ എടുത്ത് ഉറപ്പായിട്ടും ഇട്ടേനെയും, പക്ഷേ വീഡിയോ എടുക്കാത്തതുകൊണ്ട് അത് നല്ലതായി. അപ്പോൾ ഇനി എരിശ്ശേരി അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് തേങ്ങ തിരുമ്മി അരച്ച് വറക്കാനുള്ളതും അരയ്ക്കാനുള്ളതും ഒക്കെ റെഡിയാക്കാം. കണ്ടോ, ഇതായിരുന്നു ചില്ലി പൊറോട്ടയുടെ സലാഡ്. നല്ല കട്ടിത്തൈരും ഉള്ളി ചെറുതായിട്ടരിഞ്ഞ് നല്ല അടിപൊളിയായിരുന്നെന്ന് പറഞ്ഞു. നമ്മുടെ പയറൊക്കെ വെന്ത് തുടങ്ങിയിട്ടുണ്ട്. 2 വിസിലായി. പിന്നെ ആ സമയം കൊണ്ട് ഞാൻ മെഴുക്ക് പുരട്ടി വെക്കാൻ വേണ്ടിയിട്ട് കഷ്ണമെല്ലാം കൂടെ കഴുകി വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഓമയ്ക്കയുണ്ട്, പിന്നെ ബീറ്റ്റൂട്ടുണ്ട്, കപ്പയുണ്ട്. ഈ 3 കൂടെ ഇന്ന് മെഴുക്ക് പുരട്ടി വെക്കുന്നത്. അപ്പോൾ ബീറ്റ്റൂട്ട് ഉള്ളതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പിന്നെ ഉപ്പും മഞ്ഞളും ഇട്ടിട്ടുണ്ട്. അപ്പോൾ എരിശ്ശേരി ആവുന്ന സമയം കൊണ്ട്, തേങ്ങയൊക്കെ തിരുമുന്ന സമയം കൊണ്ട് മെഴുക്ക് പുരട്ടി ഇവിടെ ഇരുന്ന് തിളച്ച് വെന്ത് വറ്റിക്കോളുമല്ലോ എന്ന് വിചാരിച്ച് അതെടുത്ത് ഇപ്പുറത്തെ അടുപ്പിലോട്ട് വെച്ചു. ഇനി തേങ്ങ തിരുമ്മാം. ഒരു കഷ്ണം പഴുത്ത ഓമയ്ക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, എനിക്ക് ജോലിയെല്ലാം കഴിയുമ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഈ ഓമയ്ക്കയ്ക്ക് എത്ര പേരുണ്ടല്ലേ, ഓമയ്ക്ക എന്നാണ് ഞങ്ങളുടെ അവിടെയൊക്കെ പറയുന്നത്. പിന്നെ പപ്പായ എന്ന് പേരുണ്ട്, കപ്പളങ്ങ എന്നുണ്ട്, കപ്പയ്ക്ക എന്നാണ് തിരുവനന്തപുരത്ത് പറയുന്നത്. അപ്പോൾ കപ്പയ്ക്ക, പപ്പായ, കപ്പളങ്ങ ഇങ്ങനെയൊക്കെ പേരുകളുള്ള ഞങ്ങളുടെ സ്വന്തം ഓമയ്ക്ക. അപ്പോൾ പഴുത്തത് കിട്ടിയപ്പം അവർക്ക് 2 പേർക്കും വേണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ എനിക്ക് ഇന്നത്തെ ഫ്രൂട്ട്സ് കഴിപ്പായിട്ട് ഇത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ച് ഒരു ചെറിയ കഷ്ണം എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ജോലിയെല്ലാം കഴിഞ്ഞിട്ട് ഇത് അരിഞ്ഞ് കഴിക്കാം. നമ്മുടെ വൻപയറും ഓമയ്ക്കയൊക്കെ വെന്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ ചരുവത്തിനകത്താണ് വെച്ചേന്ന്. ഞാൻ പിന്നെ അതെടുത്ത് ഒന്നുകൂടെ കുറച്ച് വെള്ളം കൂടെ വറ്റാനുണ്ട്, അതൊന്ന് വറ്റട്ടെ എന്ന് വിചാരിച്ച് ഇങ്ങോട്ടെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി വെള്ളമൊക്കെ വറ്റി കഴിയുമ്പോൾ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ഇതിനകത്ത് ചേർക്കാം. അത് കഴിഞ്ഞ് അതെല്ലാം കൂടെ ഒന്ന് സെറ്റായി കഴിയുമ്പം തേങ്ങ വറുത്തിടാം. തേങ്ങ വേണമെങ്കിൽ ഒന്ന് തിരുമ്മിയിട്ട് ഒന്ന് മിക്സിയിലിട്ട് കറക്കി വേണേലും വറക്കാം. അല്ല തിരുമുന്നത് ചെറിയതായിട്ടാണെങ്കിൽ ആ തിരുമ്മി അതുപോലെ അങ്ങ് വറുത്തിട്ടാലും മതി. കടുക് വറുത്തിട്ട് തേങ്ങയും കൂടി ഇട്ടൊന്ന് ചൂടാക്കി ഇതിനകത്തോട്ടിടണം. ചൂടാക്കുമല്ല, ഒന്ന് മൂക്കണം, നല്ലപോലെ ആ മണം വരണം. ആ തേങ്ങ വറുത്തിടുന്നതിനകത്താണല്ലോ എരിശ്ശേരിയുടെ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് ഇനി ആ തേങ്ങ വറക്കണം. ഇത് വെള്ളം വറ്റട്ടെ, എന്നിട്ട് നമുക്ക് തേങ്ങ അരച്ച് വെച്ചേക്കുന്നതിനകത്ത് ചേർത്ത് ഇളക്കി കൊടുക്കാം. നമ്മുടെ എരിശ്ശേരിയിലെ വെള്ളം എല്ലാം വറ്റിയിട്ടുണ്ട്. കണ്ടോ കഷ്ണമെല്ലാം നല്ലപോലെ വെന്തു. ഇനി നമുക്ക് തേങ്ങ ചേർക്കാം. വേണ്ട, കരിവേപ്പിലയും തേങ്ങയും മുളകും ഒക്കെ കൂടെ അരച്ച് വെച്ചിട്ടുണ്ട്, അത് ഇതിനകത്ത് ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞ് തേങ്ങ വറുത്തിടാം. ഞാനിനി തേങ്ങയൊക്കെ ചേർത്തൊന്ന് ഇളക്കട്ടെ, എന്നിട്ട് കാണിക്കാം. തേങ്ങയൊക്കെ അരച്ച് ചേർത്തു. ഇനി ഇതൊന്ന് തിളയ്ക്കണം. തിളച്ച് വറ്റിയിട്ട് നമുക്ക് തേങ്ങ വറുത്തിടാം. പിന്നെ നമ്മുടെ മെഴുക്ക് പുരട്ടി ഇതുണ്ട് ഇവിടെ കിടന്ന് തിളച്ച് വേവുന്നുണ്ട്. കുറച്ചുകൂടെ വേവാനുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ബീറ്റ്റൂട്ട് ഉള്ളതുകൊണ്ട് കുറച്ചുകൂടെ വേവാനുണ്ട്. പിന്നെ എൻ്റെ ചാനൽ തുടങ്ങിയിട്ട് 7 മാസം കഴിഞ്ഞു കേട്ടോ. ഇനി നമുക്ക് ഒരു 8, 9, 10, 11, 7 മാസം കഴിഞ്ഞ് 8 മാസമായി.
ഇനി ഡിസംബർ പകുതിയായല്ലോ. ഇനിയും ഡിസംബർ പകുതി, ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ 14 ഒരു വർഷമാവും. ഏപ്രിൽ 14 ഏപ്രിൽ 24 ഒരു വർഷമാവും. അപ്പോൾ ഒരു വർഷത്തിനകം നമുക്ക് മോണിറ്റൈസ് ആവണം, 4000 വാച്ച് അവർ ആവണം എന്നൊക്കെയാണ്. അപ്പോൾ എൻ്റെ വീഡിയോകളൊക്കെ എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ചാനലൊക്കെ ഉള്ളവർക്കറിയാം എന്ത് റിസ്ക്കാണ് അല്ലയോ, എന്തിനാ പിന്നെ ഇതിനൊക്കെ ഇറങ്ങുന്നതെന്ന് ചോദിക്കും. നമുക്ക് പൈസയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ, നമുക്കൊരു സമയം പോക്കല്ലേ. വെറുതെ വീട്ടിൽ ഇരിക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ചേഞ്ച് വേണ്ടേ. അപ്പം നമ്മളിതിന് ഇറങ്ങുമ്പോൾ ഇപ്പം തന്നെ ഇതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേറെ ആരാണ്ടോടോ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറയുന്ന പോലെ ഒറ്റയ്ക്കാവത്തില്ല. അപ്പം അതിനും കൂടെയൊക്കെ ഉപകാരപ്പെടും. പിന്നെ കുറേ പേരൊക്കെ ഇങ്ങനെ ചാനലൊക്കെ തുടങ്ങിയിട്ട് വീഡിയോകൾ ഒന്നും അധികം അങ്ങനെ ഇടുന്ന കാണുന്നില്ല. എന്നും വീഡിയോ ഇടണം, എന്നെങ്കിലും ഒരിക്കൽ രക്ഷപ്പെടാൻ പറ്റും എന്നുള്ള ഒരു വിചാരത്തിലാണ് ഞാനിങ്ങനെ. വ്യൂസൊക്കെ കുറവാണെങ്കിൽ ഞാൻ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും ഞാൻ വീഡിയോ ഇടും. പിന്നെ കൂടുതൽ ട്രാവൽ വ്ളോഗുകളാണ് നല്ലതെന്ന് കുറേ പേര് പറയുന്നുണ്ട്, കുറേ പേര് കുക്കിംഗ് വീഡിയോ മതി എന്ന് പറയുന്നുണ്ട്. അപ്പം എല്ലാം കൂടെ മിക്സ് ചെയ്ത്, പിന്നെ നാട്ടിലായിരുന്നെങ്കിൽ നമുക്ക് നമ്മുടെ കണ്ണനെയും ദേവനെയും മാളുവിനെയും ഒക്കെ വെച്ച് വീഡിയോ ഒക്കെ ചെയ്യാമായിരുന്നു. ഇനിയിപ്പോൾ ക്രിസ്മസ് വെക്കേഷൻ വരുമ്പോൾ പോയിട്ട് നല്ല അടിപൊളി വീഡിയോകളൊക്കെ ഇടണമെന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിലേ ഒരു രസമുള്ളൂ. ഇവിടെ ആകുമ്പോൾ ആരും ഇല്ലല്ലോ, രാവിലെ അവരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ ഉള്ളൂ. അതുകൊണ്ടാണ് ഇപ്പം ഞാൻ കുക്കിങ്ങിലോട്ട് തിരിഞ്ഞിരിക്കുന്നത്. അവരോട് വീഡിയോ എടുത്തു തരാൻ പറഞ്ഞാലും കേൾക്കത്തില്ല, എന്നാൽ അവർ നിൽക്കി ഞാൻ എന്തെങ്കിലും എടുക്കാമെന്ന് പറഞ്ഞാലും കേൾക്കത്തില്ല. പിന്നെ ഇപ്പോൾ പരീക്ഷാ ധൃതിയാണ്, അത് കാരണം നമുക്ക് വല്ല മെയിൽ വന്നോ എന്നൊക്കെ നോക്കാൻ പോലും അവന് സമയമില്ല. കുറേ കാര്യങ്ങൾ യൂട്യൂബിൽ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് വന്നുകൊണ്ടിരിക്കും. നമ്മൾ ആ സ്റ്റേജിലൊക്കെ എത്തുമ്പോഴേ നമുക്ക് ഓരോരോ കാര്യങ്ങൾ പഠിക്കാനും അറിയാനും ഒക്കെ പറ്റത്തുള്ളൂ. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ എനിക്കായിട്ടുണ്ട്. ഞാനതെല്ലാം കൂടെ ഒന്നിച്ചൊരു വീഡിയോയിൽ ഒരു ദിവസം പറയാം. അപ്പോൾ അതെല്ലാം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടുണ്ടായതാണ്. എല്ലാവർക്കും നന്ദിയുണ്ട് അതിന്. നമ്മൾ വീഡിയോകൾ ഇട്ടുകൊണ്ടിരിക്കണം, എന്നാലേ. എൻ്റെ കുറച്ച് അനിയത്തിമാരൊക്കെ ചാനൽ തുടങ്ങിയായിരുന്നു കേട്ടോ, പക്ഷേ എങ്ങോട്ട് പോയെന്ന് കണ്ടില്ല. നല്ല നല്ല വീഡിയോകളായിരുന്നു. അവരിടയ്ക്കിടയ്ക്ക് അങ്ങനെ വരും, ഓരോ ഷോർട്സ് ഇടും, ഓരോ വീഡിയോ ഇടും. അതിന് അത്യാവശ്യം വ്യൂസും കിട്ടുന്നുണ്ട്. പിന്നെ സമയമില്ലായിരിക്കും, കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരല്ലേ, അപ്പോൾ സമയവും കാണത്തില്ല. ഞാനിങ്ങനെ രാവിലെ ഇവർ പോയി കഴിയുമ്പോൾ ഇങ്ങനെ വെറുതെ ഇരിക്കുമോ, അതുകൊണ്ട് വീഡിയോ എടുക്കുന്നെന്ന് പറഞ്ഞ് എല്ലാവരും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എന്നാലും എനിക്ക് അവർ വീഡിയോ ഇടാതെ കാണുമ്പോൾ ഒരു എന്തോ പോലെ, അയ്യോ ഈ കുഞ്ഞുങ്ങൾക്ക് വീഡിയോ ഇട്ടുകൂടായിരുന്നോ, നല്ല വീഡിയോകളായിരുന്നല്ലോ എന്നും പറഞ്ഞ് ഞാനിങ്ങനെ പുതിയതായിട്ട് വരുന്ന എല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാറുണ്ട്. കാര്യം നമ്മളും ഇങ്ങനെയൊക്കെ ആണല്ലോ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നത്. സബ്സ്ക്രൈബേഴ്സൊക്കെ നോക്കുമ്പോൾ എന്താ ആയി, 8100 സബ്സ്ക്രൈബേഴ്സായി. പക്ഷേ വ്യൂസ് ഒന്നുമില്ല. നമുക്ക് ചെയ്യാം, നല്ല നല്ല വീഡിയോകളൊക്കെ ചെയ്യാം. എവിടെയെങ്കിലുമൊക്കെ ഒന്ന് അവധിയാവട്ടെ, എവിടെയെങ്കിലുമൊക്കെ നമുക്കൊന്ന് പോയിട്ട് എല്ലാവരും കൂടെ പോയി നമുക്ക് നമ്മുടെ നന്ദൂട്ടനൊക്കെ അവധിയാവട്ടെ, എന്നിട്ട് നമുക്ക് ട്രാവൽ വ്ളോഗൊക്കെ ഇഷ്ടം പോലെ ചെയ്യാം. ഇപ്പോൾ അവനെ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടാണ്. അവൻ അവധിയാവുമ്പോൾ അവനെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വീഡിയോകളൊന്നുകൂടെ, അവനുണ്ടെങ്കിൽ ഒരു ജീവനാണ് വീഡിയോയ്ക്കൊക്കെ. അവന് പരീക്ഷാ സമയവും ക്ലാസ്സും ഒക്കെയാണ്. പിന്നെ ഞാനവിടെ ഉള്ളപ്പോൾ അവൻ ട്യൂഷന് പോകും, അല്ലെങ്കിൽ വൈകിട്ട് കളിക്കാൻ പോകും. ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ടാണ് അവനെ കിട്ടാത്തത്. അവനുണ്ടെങ്കിൽ എനിക്ക് നല്ല വീഡിയോ എടുത്തു തരാനും നല്ലതായിട്ട് അവതരിപ്പിക്കാനും ഒക്കെ കൊച്ചു പിള്ളേർക്കാകുമ്പോൾ ഒന്നുകൂടി ഉത്സാഹം കൂടുമല്ലോ. അപ്പോൾ ഇനി അവധിക്ക് അങ്ങ് പോയിട്ട് നമുക്ക് അവനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാം. കാര്യം പറഞ്ഞത് എരിശ്ശേരി വറ്റി, ഇനി തേങ്ങയും കൂടെ വറുത്തിടാം. അപ്പോൾ എരിശ്ശേരിയിലിടാൻ വേണ്ടി കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി തേങ്ങയും കൂടെ ഇട്ട് നമുക്ക് വറുത്തെടുക്കാം. ഇപ്പം ഞാൻ അന്നന്നത്തെ കറികളാണ് എടുത്ത് വീഡിയോ ആക്കി 2 മണിയാകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എന്തോ പറ്റുമെന്നോ, പിള്ളേർ വരുമ്പോഴത്തേക്ക് സസ്പെൻസ് എല്ലാം അങ്ങ് പൊളിഞ്ഞു പോകും. ഇവർ കോളേജിൽ എപ്പോൾ കാണുന്നത്, ഉച്ചയ്ക്ക് സമയം കിട്ടുന്ന സമയത്ത് എൻ്റെ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ ഇവർ വീഡിയോ എടുത്ത് നോക്കും. അപ്പോഴവർക്ക് മനസ്സിലാവുമല്ലോ, ഇന്നലെ വലിയ കാര്യത്തെ സർപ്രൈസായിട്ട് വൻപയറും താളും കൂടെ തോരനൊക്കെ വെച്ചു. ഞാൻ വിചാരിച്ച് ഇവർ കാണത്തില്ലായിരിക്കും, ഷോർട്സ് ഇടുകയും ചെയ്തു. കാണത്തില്ലായിരിക്കും എന്ന് വിചാരിച്ച് വന്നപ്പോഴേ അവൻ പറയുകയാണ്, അമ്മേ എന്നാൽ വൻപയർ തോരനും കൂട്ടി ചോറെടുത്തോളാം. ഞാൻ ചോദിച്ചേ, നിങ്ങൾക്കത് എപ്പോഴാണ് ഇത് കാണാൻ സമയം? അത് ഞങ്ങളുടെ ക്ലാസ്സിൽ എല്ലാവരും കാണും. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുമ്പോഴേ എല്ലാവരും ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കും, അമ്മയുടെ വീഡിയോ വന്നിട്ടുണ്ടെന്ന്. അപ്പം ക്ലാസ് കഴിയുന്ന സമയം ഷോർട്സ് അല്ലേ, 1 മിനിറ്റ് മതിയല്ലോ, അങ്ങനെ ഞങ്ങൾ കണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശശിയായി.
അതേപോലെ ഇന്നും ഇതിൻ്റെ വീഡിയോ എടുത്ത് എനിക്ക് 2 മണിക്ക് അപ്ലോഡ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് ഇന്നലെ പറ്റിയ അബദ്ധം ഇന്ന് പറ്റാതിരിക്കാൻ വരുമ്പോഴേ ഞാനങ്ങ് പറയും. നിങ്ങൾ കണ്ടു കാണുമല്ലോ ഇന്നെന്തൊക്കെയാണ് ഐറ്റം. ഇന്ന് ഓമയ്ക്ക എരിശ്ശേരി ഉണ്ടെന്ന് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഇന്നലത്തെ പോലെ ആവാതിരിക്കാനാണ് പറഞ്ഞത്. നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ ആയി. കുറച്ച് വെള്ളം കൂടെ ഉണ്ട് വറ്റാൻ. തേങ്ങ ഒന്ന് മൂക്കട്ടെ. ഞാൻ ചെറുതാക്കി വെച്ചേക്കുക. കരി ഉണ്ടാന്ന് വിചാരിച്ച് തേങ്ങ മൂത്ത് വരട്ടെ. അപ്പച്ചട്ടിയിലോട്ട് അങ്ങ് എടുത്തതാണ് കേട്ടോ. ഈ അപ്പച്ചട്ടി ഇനി അപ്പം ഉണ്ടാക്കാൻ പറ്റത്തില്ല, വരുന്നില്ല. ഇതിൽ ഇച്ചിരി ബുദ്ധിമുട്ടായി തുടങ്ങി. ഞാൻ വിചാരിച്ചു ഇനി വേറെ അപ്പച്ചട്ടി എടുക്കാം അപ്പം ഉണ്ടാക്കാൻ. എന്നിട്ട് ഇതിങ്ങനത്തെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. ഇപ്പം അങ്ങനെ വിചാരിച്ച് കഴിഞ്ഞാൽ ആദ്യം വന്നത് തേങ്ങ വറക്കാനാണ്. അപ്പം ഞാൻ കൈ കിട്ടിയത് അതിങ്ങെടുത്തു. ചെറിയ തീ കിടന്ന് അവിടെ കിടന്നൊന്ന് മൂക്കട്ടെ, ഇടയ്ക്ക് ഇളക്കി കൊടുക്കാം. അപ്പം നമ്മുടെ മെഴുക്കുവരട്ടിയൊക്കെ വറ്റി വെന്ത് കപ്പയുള്ളതുകൊണ്ട് എല്ലാം കൂടെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. കുറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് അടച്ച് വെക്കാം. അതൊന്ന് ഇളക്കട്ടെ. ഒരുപാടങ്ങ് കുഴഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ, ഇതിനകത്ത് കാണുന്നതേ ഉള്ളൂ. അല്ലെങ്കിലും കപ്പയാകുമ്പോൾ ഒന്ന് ശകലം കുഴഞ്ഞാൽ നല്ല ടേസ്റ്റല്ലേ. ഒരു ചെറിയ കഷ്ണമുള്ളായിരുന്നു കപ്പ. അപ്പോൾ കപ്പ പുഴുക്കിൻ്റെ ഒരു ടേസ്റ്റും വന്നോളും. ബീറ്റ്റൂട്ട് ഉള്ളതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ചുമന്ന നല്ല കളറായിട്ടിരിക്കുന്നത്. കണ്ടോ? അപ്പം ഇനി ഇത് ഒന്ന് വലിഞ്ഞോട്ട് അവിടെ കിടന്ന് അങ്ങനെ മെഴുക്കുവരട്ടിയും റെഡി. നമ്മുടെ തേങ്ങ എന്തായെന്ന് നോക്കാം. ഞാൻ കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയാണ് ചെറിയ തീയിലിട്ടേക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞാൽ പിന്നെ കൊള്ളത്തില്ല. അപ്പോൾ അതിനെയൊന്ന് അവിടെ കിടന്നൊന്ന് ആവട്ടെ. നമ്മുടെ തേങ്ങയെല്ലാം വറുത്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇനി നമുക്ക് എരിശ്ശേരിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? ഇത്രയും മൂക്കണം. നല്ലോണം മൂത്തില്ലേ? നല്ല മണമുണ്ടേ. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. കണ്ടോ? അപ്പോൾ അങ്ങനെ നമ്മുടെ ഓമയ്ക്ക എരിശ്ശേരി റെഡി. കരിവേപ്പില ഉണ്ടെങ്കിൽ കുറച്ച് കരിവേപ്പിലയും കൂടെ എൻ്റെ മുകളിൽ ഇട്ട് കൊടുത്താൽ നല്ലതാണ്. എല്ലാം നല്ലോണം വെന്ത് ഉടഞ്ഞ് നല്ല അടിപൊളി ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ എരിശ്ശേരിയും റെഡി. അപ്പോൾ എരിശ്ശേരി എല്ലാവരും ഉണ്ടാക്കാറുണ്ടായിരിക്കും ഇല്ലേ? ഇതുപോലെ മത്തങ്ങ ഉണ്ടാക്കാറുണ്ട്. അവൻ പറഞ്ഞ കൂട്ടുകാരൻ പറഞ്ഞ മത്തങ്ങ എരിശ്ശേരി അവൻ കൂട്ടിയിട്ടുണ്ട്, ഓമയ്ക്ക എരിശ്ശേരി കൂട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനെന്നാൽ വെച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ല അടിപൊളി ഓമയ്ക്ക എരിശ്ശേരിയും ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി. ബീറ്റ്റൂട്ട് ഓമയ്ക്കയും കപ്പയും എല്ലാം കൂടെ ചേർന്ന മിക്സഡ് മെഴുക്കുവരട്ടിയും റെഡി. വൻപയറും ഓമയ്ക്കയും കൂടെ ഉള്ള എരിശ്ശേരിയും റെഡി. ഇനി നമുക്ക് ചോറിനാം. അപ്പോൾ ഇനി ഊണ് കഴിക്കാം നമുക്ക്. അപ്പം എരിശ്ശേരിയും കഞ്ഞിയും കൂടെ നല്ല കോമ്പിനേഷനാണെന്ന് ഇങ്ങനെ ഓരോരുത്തരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചെന്നാൽ എരിശ്ശേരിയും കൂട്ടി കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ച് എനിക്ക് കഞ്ഞിയാണ് എടുത്തത്. അതിനകത്ത് ശകലം മോര് തിളപ്പിച്ചത് ഒഴിച്ചു, ഓമയ്ക്ക അച്ചാറിട്ടു, പിന്നെ ഇത് നമ്മുടെ എരിശ്ശേരി മെഴുക്കുവരട്ടി മാങ്ങ അച്ചാർ. അപ്പോൾ ഇനി ഞാൻ ഊണ് കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോ കണ്ടെന്ന് വിചാരിക്കുന്നു. നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ.